SNDPയുടെ രാഷ്ട്രീയ സംഘടനയാണ് BDJS. 10 കൊല്ലമാകുന്നു BDJS തുടങ്ങിയിട്ട്. BDJS ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്. BJP ആണ് ആ സഖ്യത്തിലെ വലിയേട്ടൻ. BJPയുടെ കടുത്ത അവഗണനയ്ക്കെതിരെ പാർട്ടി നേതൃത്വം, BDJSന്റെ നേതൃത്വം ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മുന്നണി മാറണം എന്നാണ് BDJSലെ ഒരു വിഭാഗം നേതാക്കളുടെ ആഗ്രഹം. തുഷാർ വെള്ളാപ്പള്ളിയുടെ അസാന്നിധ്യത്തിൽ ചേർന്ന നേതൃയോഗമാണ് ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ, അതുപോലെ തന്നെ ആലപ്പുഴ, തൃശൂർ മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് കൂടിയതിന് കാരണം, അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുന്നതിന് കാരണം തന്നെ ഈഴവ വോട്ടുകളുടെ സമാഹരണം നടന്നതുകൊണ്ടാണ്. അവിടെ BDJS നന്നായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂടിയത്. എന്നിട്ട് അവർ അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല. തുഷാർ വെള്ളാപ്പള്ളിക്ക് പോലും മാന്യമായ പരിഗണന NDA മുന്നണി നൽകുന്നില്ല എന്ന വിമർശനമാണ് നേതൃയോഗത്തിൽ ഉയർന്നത്. അതുപോലെ തന്നെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിന് മേൽക്കൈയുള്ള ഈഴവ സമുദായ അംഗങ്ങൾക്ക് വോട്ട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ സ്വന്തമായി മത്സരിക്കണമെന്ന അഭിപ്രായവും ഉയർന്നു. അടുത്ത UDF സർക്കാരായിരിക്കും കേരളത്തിൽ വരിക. അതുകൊണ്ട് UDF മുന്നണിയിലേക്ക് പോകണം എന്നതിൻ്റെ ഭാഗമായി BDJSലെ നേതാക്കൾ അനൗദ്യോഗികമായി കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യവും പുറത്തു വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ BDJS കടുത്ത അതൃപ്തിയിലാണ്. BJPയുടെ B ടീമായി BDJS പ്രവർത്തിക്കും, അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ നിർദ്ദേശാനുസരണം ഈഴവ സമുദായ അംഗങ്ങൾ അവിടെ വോട്ട് ചെയ്യും എന്നൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ആ ധാരണയുടെ പുറത്താണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. എന്നാൽ വയനാട് മണ്ഡലത്തിൽ ആലോചിച്ച് നോക്കുക, വയനാട് BJPക്ക് 175 ബൂത്തുകളിൽ 2ാം സ്ഥാനം കിട്ടിയത് എങ്ങനെയാണ്? അത് BDJSന്റെ വോട്ടാണ്. അതിനും BJP നന്ദി പറഞ്ഞില്ല. BDJSന് ഒരിടത്ത് നന്ദി പറഞ്ഞില്ല. സുരേന്ദ്രൻ്റെ ധാർഷ്ട്യമാണ് നടക്കുന്നത്. സുരേന്ദ്രനും ഇപ്പോൾ സംസ്ഥാന BJP നേതൃത്വവും BDJSനെ പൂർണ്ണമായും അവഗണിച്ച മട്ടാണ്. സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു മുന്നണി, NDA മുന്നണിയിലെ ഒരു ഘടകകക്ഷി യോഗങ്ങൾ, അല്ലെങ്കിൽ NDA യോഗങ്ങൾ നടന്നിട്ട് പോലും കാലങ്ങളായി. കാരണം അവിടെ പ്രാധാന്യമില്ല, BDJSന് പ്രാധാന്യമില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികൾക്കും പ്രാധാന്യം നൽകുന്നതിൽ ഇപ്പോഴത്തെ BJP നേതൃത്വം പരാജയപ്പെട്ടു പോയെന്നും BDJSന്റെ നേതൃയോഗം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് വളരെ വലിയൊരു സൂചനയാണ് നൽകുന്നത്. കാരണം കേരള കോൺഗ്രസ് M, അതായത് മാണി ഗ്രൂപ്പ് UDF വിട്ട് LDFൽ പോയല്ലോ. അപ്പോൾ മധ്യ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് BDJSനെ ഒപ്പം കൂട്ടുന്നതിന് കോൺഗ്രസിലെയും UDFിലെയും ഘടകകക്ഷികൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഇഷ്ടമുണ്ട്, അനിഷ്ടമൊന്നുമില്ല. കാരണം BDJS മധ്യ തിരുവിതാംകൂറിൽ അവർക്കൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ വോട്ടിംഗ് പാറ്റേണിൽ വലിയ മാറ്റമുണ്ടാകും. എന്നാൽ ഈഴവ സമുദായാംഗങ്ങളുടെ ടിപ്പിക്കൽ വോട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ വോട്ട് കൂടുതലും ഇടതു മുന്നണിക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ CPM അനുഭാവികളാണ് കൂടുതലും. CPM അവരുടെ സംഘടനാ ദൗർബല്യം പുറത്തു കാട്ടാതിരിക്കാൻ വേണ്ടി ഈഴവ സമുദായാംഗങ്ങൾ മരിക്കുമ്പോൾ അവിടെ പോയി ചെങ്കൊടി പുതപ്പിക്കുക, മുദ്രാവാക്യം വിളിക്കുക, അവരുടെ ആചാരക്രമങ്ങളിൽ ഇടപെടുക ഇത്യാദി സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിനെതിരെ വെള്ളാപ്പള്ളിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിൽ നോക്കുകയാണെങ്കിലും BDJS വളരെ അതൃപ്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. 10 വർഷം കൊണ്ട് അവർ പ്രതീക്ഷിച്ച ഒരു വളർച്ചയും ഉണ്ടായില്ല. അതുമാത്രമല്ല, മറ്റു പാർട്ടികളിൽ നിന്ന് BDJSൽ ചേർന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവരൊക്കെ ക്രമേണ BJPക്കാരായി മാറുകയാണ്. അത് ഈ മുന്നണി ബാന്ധവത്തിൻ്റെ പേരിലാണ് നടക്കുന്നത്. ഇത് സംഘടനയെ തളർത്തുകയാണ് ചെയ്യുന്നത്, വളർത്തുകയല്ല എന്നും ഈ നേതൃയോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. എന്നാൽ നേതാക്കൾ ഒന്നടങ്കം പറയുന്നുണ്ട്, തുഷാർ വെള്ളാപ്പള്ളിക്ക് മോദിയോടും അമിത്ഷായോടും വളരെ വലിയ ബന്ധമാണുള്ളത്. അതുകൊണ്ട് മുന്നണി മാറ്റം പ്രായോഗികമാവുമോ എന്ന് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയുകയില്ല. കാരണം തുഷാർ വെള്ളാപ്പള്ളിക്കാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. രാഷ്ട്രീയ കക്ഷി തുടങ്ങിയത് തന്നെ, അതായത് BDJS രൂപീകരിച്ചത് തന്നെ ഒരു SNDP ഈഴവ സമുദായത്തെ രാഷ്ട്രീയമായി സമുദ്ധരിക്കുക, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുവെങ്കിലും ക്രമേണ ആ ലക്ഷ്യത്തിൽ നിന്ന് അകന്നിട്ട് തങ്ങളുടെ അഴിമതി കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുക, കേസുകളിൽ ചെന്ന് ചാടാതിരിക്കുക, അന്വേഷണ ഏജൻസികളെ തടയിടുക, അതിനൊക്കെ വേണ്ടി പാർട്ടിയെ ഉപയോഗിച്ചു. പാർട്ടിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി അത്തരം നീക്കങ്ങൾ നടത്തി. അതുകൊണ്ട് മോദിയുമായും അമിത്ഷായുമായും തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിട്ടുള്ള ഈ ഊഷ്മള സൗഹൃദം കാരണം പാർട്ടി കേരളത്തിൽ തളരുകയാണ്. പാർട്ടിക്ക് മറ്റൊരു മുന്നണിയിലോട്ട് പോകാൻ പറ്റുന്നില്ല. പാർട്ടിയിൽ വരുന്ന അംഗങ്ങൾ ക്രമേണ BJPയിലേക്ക് പോകുന്നു, വോട്ടുകളൊക്കെ BJPയിലേക്ക് പോവുകയാണ്. BDJSന് BDJSന്റെ വോട്ട് എന്ന് പറഞ്ഞ് നിർത്താൻ വേണ്ടി ആളെ കിട്ടുന്നില്ല. വയനാട് മണ്ഡലത്തിൽ ഇത്രയും ബൂത്തുകളിൽ 2ാം സ്ഥാനം BJP വന്നിട്ടും അവിടെ ഈഴവ വോട്ടുകൾക്ക് പ്രസക്തിയില്ല എന്ന തരത്തിലാണ് സുരേന്ദ്രൻ്റെ പ്രതികരണങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ BDJSന്റെ അതൃപ്തി ഈ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ പ്രതിഫലിക്കും. കാരണം അവർക്ക് അതൃപ്തിയുണ്ട്, അവർ അതൃപ്തരാണ് എന്ന് പരസ്യമായി പറയുമ്പോൾ തന്നെ BJPക്ക് അത് ക്ഷീണമാകും.
BJP നേതൃത്വവും ഇനി തുഷാർ വെള്ളാപ്പള്ളി തമ്മിൽ എന്തൊക്കെ രഹസ്യ ധാരണകളാണുള്ളതെന്ന് വരും നാളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.